അപ്പം എറ്റേണ ഫ്ലോയുടെ ഫീൽ ഫ്രീ ടോക്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് യുവർ തോട്ട് യുവർ പാത്ത്. നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ വഴി എന്നുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശരിയാണോ തെറ്റാണോ? കമന്റ് ചെയ്യേ. ആണല്ലേ? ശരിയാണല്ലേ? നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വഴിയും തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മുടെ ചിന്തയുടെ പാറ്റേണൊക്കെ ആൽക്കമി വർക്ക്ഷോപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു തോട്ടിൽ നിന്നാണ് ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ വാക്ക് വരുന്നത്. ആ വാക്കിൽ നിന്ന് വർക്ക് വരും, ആക്ഷനിലേക്ക് എത്തും. ആ ആക്ഷനാണ് നമ്മുടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് മൂലം നമ്മുടെ ക്യാരക്ടർ ആവും, നമ്മുടെ ബിഹേവിയർ ആവും. നമ്മുടെ ആ ഒരു ബിഹേവിയറിലൂടെ ആയിരിക്കും നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തുക. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റൂലേ? ഒരേ ഒരു സംഭവത്തിൽ തന്നെ 2-3 അഭിപ്രായങ്ങൾ, 10 ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് 10 അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഒരു സിറ്റുവേഷനെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ആവുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരേ സിറ്റുവേഷൻ ആണ്, ഒരേ ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ആളുകൾ പല അഭിപ്രായങ്ങൾ, പല ബിഹേവിയർ കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓൾമോസ്റ്റ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ലേ വേണ്ടി? ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ ആയിരിക്കുമല്ലോ ശരിയായിട്ടുണ്ടാവുക. എന്നാൽ ഈ ചിന്തയുടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെക്കുന്ന സമയത്ത് അവിടെ 10 ആൻസർ ഉണ്ടെങ്കിൽ 10 പേർക്കും 10 ശരികളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 10 തെറ്റായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള ചിന്തകൾ രൂപപ്പെടുന്നത് നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം, നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, അങ്ങനെ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത്. ആ സ്വഭാവമാണ് ആ ചിന്തകളാണ് രൂപപ്പെടുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ ക്യാരക്ടറായി മാറുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, തോട്ടിൽ നിന്നാണ് ഒരു വേർഡ് ഉണ്ടാവുന്നത്, വേർഡിൽ നിന്നാണ് ആക്ഷൻ, ഈ ആക്ഷനിൽ നിന്നാണ് നമ്മുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമാവുന്നത് എന്നത് നമ്മൾ വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കും. എന്നാലും അതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ ഒരു പൂർവികരെന്ന് പറയുമ്പം ആദ്യകാലത്തുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ? ആദ്യം മനുഷ്യന് കാട്ടിലായിരുന്നു ജീവിച്ചത്. പരിണാമ സിദ്ധാന്തത്തിലേക്കൊന്നും അല്ല കേട്ടോ. എന്നാലും മനുഷ്യൻ ആദ്യം കാടുകളിലായിരുന്നു ജീവിച്ചത്. അവിടെ അവരെങ്ങനെയായിരുന്നു? കാട്ടിലുള്ള വന്യമൃഗങ്ങളോടൊപ്പമാണ് മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരിക്കും അത്? വന്യമൃഗങ്ങളിൽ നിന്ന് ജീവിക്കുമ്പം വീടില്ല. അവർ പിന്നീട് ഗുഹകളിലൊക്കെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അവർക്ക് സേഫ്റ്റി ആയിരുന്നു അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. അതായത് അവർക്ക് ഫുഡ്, അതുപോലെ സെക്സ്, സേഫ്റ്റി, ഈ 3 കാര്യം മാത്രമേ അന്ന് മനുഷ്യൻ്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വന്യമൃഗങ്ങൾക്കിടയിലൂടെ കാട്ടിൽ നിന്നും വേട്ടയാടിയിട്ടും പഴങ്ങൾ പറിച്ചിട്ടും ഒക്കെ വേണം അവർ ഫുഡ് ഉണ്ടാക്കാൻ. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ പാർപ്പിടങ്ങളിലേക്ക് മാറി. അങ്ങനെ ഒരുപാട് പരിണാമങ്ങൾക്ക് ശേഷം, ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ രീതിയിൽ മനുഷ്യന് ഒരു കൂട്ടമായിട്ടും ഓരോരോ സമുദായമായിട്ടൊക്കെ ഇതുപോലെ രാജ്യങ്ങളും കൾച്ചറുകളൊക്കെ മാറി വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു സമയത്ത് മനുഷ്യന് ഏറ്റവും ആവശ്യമുണ്ടായിരുന്നത് ഒന്ന് അവൻ്റെ വിശപ്പ് ശമിപ്പിക്കാം, അതിന് ഭക്ഷണം എടുക്കണം, പിന്നെ അവൻ്റെ സേഫ്റ്റി മറ്റു മൃഗങ്ങളിൽ നിന്ന്. അപ്പം ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഈ ഒരു അപകടം പോലുള്ള, നമുക്ക് പെട്ടെന്ന് നമ്മുടെ സേഫ്റ്റിയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒരു സർവൈവൽ മോഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബ്രെയിന്. അപകടം, പ്രശ്നം, ഭീഷണി തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ബയാസ് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരു മൃഗം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ട് ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ബ്രെയിൻ പെട്ടെന്ന് ആക്റ്റീവ് ആവും. അവിടുന്ന് കോർട്ടിസോളൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ ഭയം എന്ന ഒരു
ഒരു ഇമോഷൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ഓടി രക്ഷപ്പെടണമെങ്കിൽ എനർജി കൂടുതൽ ചിലവഴിക്കണം. ആ എനർജി കൂടുതൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് ആ ഒരു മോഡിലേക്ക് എത്തിയിട്ട് എനർജി കൂടുതൽ സപ്ലൈ ചെയ്ത് അതുവരെ നമ്മൾ നടന്നുകൊണ്ടിരുന്ന് നമ്മൾ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ബ്രെയിനിൽ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു പാറ്റേൺ തലമുറകളായിട്ട് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ഭയം വരുന്ന സമയങ്ങളിൽ, നമ്മൾ പേടിക്കുന്ന സമയങ്ങളിലൊക്കെ ചില സമയങ്ങൾ നമുക്ക് അടിവയറ്റിന്ന് കാളലുണ്ടാവും, വയറ്റിന്നൊക്കെ ഒരു കാളൽ. അതെന്തുകൊണ്ടാണ്? ശരിക്കും നമ്മുടെ ബ്രെയിനൊക്കെ നമ്മൾ ചിന്തിക്കുക, നമ്മളെ ചിന്തയൊക്കെ തലയിലല്ലേ വരേണ്ടത്. വികാരങ്ങൾ വരുമ്പോൾ നമ്മൾ നെഞ്ചിൽ കൈവെക്കും. എന്നാലൊരു ടെൻഷൻ വരുമ്പോൾ നമ്മുടെ വയറ്റുന്നായിരിക്കും ഒരു കാളലുണ്ടാവും അല്ലേ? അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? കമൻറ്റ് ചെയ്യൂട്ടോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ഉള്ളിൽ കോർട്ടിസോളൊക്കെ ഉൽപ്പാദിപ്പിച്ച് പെട്ടെന്ന് നമ്മൾ ആ ഒരു മോഡ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ആകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മുമ്പേ രൂപപ്പെട്ടിട്ടുള്ള ആ ഒരു ബയാസുമായിട്ട് നമ്മുടെ തോട്ട് കണക്റ്റ് ആകും. നമ്മുടെ ഉള്ളിൽ ന്യൂറോൺസുകളാണ് ഓരോ ചിന്തകളും അടുക്കി വെക്കുന്നത്. ഒന്നിങ്ങനെ ഒരു ലൂപ്പ് പോലെ കണക്റ്റ് ആയിട്ടാണ് ഓരോ ന്യൂറോൺസ് രൂപപ്പെടുന്നത്. നമ്മളൊരു പുതിയ അറിവ് പഠിക്കുന്ന സമയത്ത് അതിനൊരു പുതിയ ഫോൾഡർ വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നെഗറ്റീവ് ചിന്തകൾ ഓട്ടോമാറ്റിക്കാണ്. അതിന് വലിയ എനർജി ഒന്നും ആവശ്യമില്ല. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് വരണമെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഒരു കാര്യം ചെയ്യണമെങ്കിലും എനർജി ചിലവാകുന്നുണ്ട്. നമ്മുടെ ബ്രെയിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നല്ല മടിയാണ് അല്ലേ? അധികം ഒരു എനർജി ഒന്നും സേവ് ചെയ്യുക, ഈ എനർജി സേവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയും എന്തിനുണ്ട്? ബ്രെയിനുണ്ട്. കാരണം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും ഈ എനർജി എന്ത് ചെയ്യണം? ആ ഒരു സമയത്തേക്ക് വേണ്ടി സംഭരിച്ച് വെക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു മോഡിൽ നിന്നുണ്ടാവും ഈ ഒരു പോസിറ്റീവ് ചിന്ത വരണമെങ്കിൽ, ഒരു തോട്ട് വരണമെങ്കിൽ കുറച്ച് സമയം അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ആലോചിക്കണം. അതിനുവേണ്ടി എനർജി സേവ് ചെയ്യണം. പക്ഷേ ഈ നെഗറ്റീവ് തോട്ട് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ ആദ്യേ സെറ്റ് ചെയ്ത് വെച്ച്, ആദ്യേ ഫിക്സ് ചെയ്ത് വെച്ച് ഭയം വരുന്ന സമയത്ത് ഇങ്ങനെ വരണം, അതുമായിട്ട് ഏതോ കാലം മുതലുള്ള എല്ലാ ചിന്തകളും ഒരു ഫോൾഡറിനകത്ത് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്ത ചിന്തകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരണമെങ്കിൽ എന്ത് വേണം? എനർജി അത്രയും ആവശ്യമില്ല. എന്നാൽ അതിനെതിരെ ഒരു ചിന്ത കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പണിയെടുക്കണം. ബ്രെയിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റൊരു ഫോൾഡറിൽ പോയിട്ട് സമാനമായിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റാരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ബ്രെയിന് തന്നെ ചിന്തിച്ചിട്ട് പുതിയൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ചൊരു പണിയെടുക്കണം. അതുകൊണ്ട് ബ്രെയിൻ എന്ത് ചെയ്യും? ആ ഓട്ടോമാറ്റിക് തോട്ട് തന്നെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തോട്ട്സ് വരുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ? രണ്ട് തരം തോട്ടുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നെഗറ്റീവ് തോട്ട്, പോസിറ്റീവ് തോട്ട്. നെഗറ്റീവ് തോട്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമ്മൾ ഭയം, നെഗറ്റീവ് തോട്ടും ആവശ്യമുണ്ട് കേട്ടോ. ഈ ഫീലിങ്സ്, സർവൈവൽ മോഡ് ബ്രെയിൻ്റെ ആവശ്യമുണ്ട്. ഒരു അപകടം വരുന്ന സമയത്ത് ഒരു നായ നമ്മളെ ഇപ്പോഴും ഓടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബ്രെയിൻ ഈ സർവൈവൽ മോഡ് വേണം. പക്ഷേ അന്നൊരു നായ നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു നായൻ്റെ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ലല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിറ്റുവേഷൻ പെട്ടെന്ന് ഒരു ഭയം വന്നാലും അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഈ സ്റ്റോറേജ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള തോട്ടുകളും നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും ഏകദേശം 60,000 മുതൽ 70,000 വരെ ചിന്തകൾ ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ചിന്തയിലൂടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ മനസ്സിനെക്കുറിച്ച് നമ്മൾ അത്ര ഡീപ്പായിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോട്ട് നമ്മുടെ പാത്തായി മാറുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പം സംസാരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല വിജയത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വഴിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള തോട്ടാണ് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത്. എന്നാൽ നെഗറ്റീവ് തോട്ട് നമ്മൾ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ ശ്രമിക്കാൻ കോൺഫിഡൻസ് കുറയ്ക്കുന്ന, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന തോട്ടുകളായിരിക്കും.
അപ്പം എങ്ങനെ ഇതൊരു എക്സാമ്പിൾ പറയാം. ഒരു നെഗറ്റീവ് തോട്ട്, ഐ കാൺ എന്നുള്ളൊരു സിറ്റുവേഷൻ, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരു നെഗറ്റീവ് തോട്ട്, അതിൻ്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും വരിക? അതിൻ്റെ ഫീലിങ്സ്, ഇമോഷൻ എന്തായിരിക്കും? എന്നെ കൊണ്ട് കഴിയില്ല എന്നൊരാൾക്ക് തോന്നണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയാലോ. ഐ കാണ്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഭയം തന്നെ ആയിരിക്കില്ലേ, മെയിനായിട്ട് പേടിയായിരിക്കും അല്ലേ. ഐ കാണ്ട് കൂടുതലായിട്ടും ഫിയർ ആണ് വരിക. അപ്പം നമ്മളെന്തായിരിക്കും, നമ്മുടെ ആക്ഷൻ അവിടെ എന്താ ഉണ്ടാവുക? നമ്മളതിന് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കോ ഇല്ലയോ? ഇല്ലേ. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കൂല. സാഡ്, ദുഃഖമൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്? എന്തായാലും നമ്മൾ ഈ ഒരു നമുക്ക് ടെൻഷൻ ആണെങ്കിലും ഫിയർ ആണെങ്കിലും സാഡ് ആണെങ്കിലും ഒക്കെ എന്തായിരിക്കും, ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മാക്സിമം ഒഴിവായിക്കൊണ്ടേയിരിക്കും. നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ നമ്മളത് ചെയ്യൂല. അപ്പോൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും, പരാജയം തന്നെയല്ലേ അവിടെ ഉണ്ടാവുക. എന്നാൽ ഐ ക്യാൻ, ആങ്സൈറ്റി പോലെ അങ്ങനെയൊക്കെ വരും. എന്തായാലും ഇമോഷൻസ് എന്തായാലും പോസിറ്റീവ് അല്ലല്ലേ, നെഗറ്റീവ് ഇമോഷൻസ് ആണ് വരുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഒരു സംശയമുള്ള കാര്യമാണെങ്കിലും ഞാൻ ശ്രമിക്കാം, ഐ ട്രൈ എന്നുള്ളൊരു തോട്ട് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക? ഞാനിപ്പോൾ ഓൾമോസ്റ്റ് പറയുന്ന ഒരു എക്സാമ്പിൾ തന്നെ പറയാം. എന്തായാലും നമ്മളിപ്പം ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പം അവിടെ ആ ഒരു മെയിനായിട്ടുള്ളൊരു ഗസ്റ്റ് വന്നിട്ടില്ല. അപ്പം നിങ്ങളാണ് വിളിക്കുന്നത്, ഇനാഗുറേഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അവർ ഇതുവരെ സ്റ്റേജിൽ കയറാത്ത ഒരാളാണെങ്കിൽ, അയാൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും പറയാം? ഐ കാണ്ട്, എന്നെ കൊണ്ട് പറ്റൂല എന്ന് തന്നെ പറയും. അപ്പോൾ അവിടെ അയാൾക്ക് പേടിയാ വരിക, അയാൾ കയറുകയില്ല, അയാൾ ഒരിക്കലും അതിന് വേണ്ടി ശ്രമിച്ചു നോക്കില്ല. അവിടെ അയാൾ ഫെയിലായി. പിന്നീടൊരു സിറ്റുവേഷൻ വന്നാൽ അയാൾക്ക് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്നാൽ ഇതേ സിറ്റുവേഷനിൽ മുമ്പ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് മറികടക്കണം, എനിക്കും വിജയിക്കണം എന്നുള്ളൊരു തോട്ട് അവിടെ കൊണ്ടുവരുന്ന ഒരാൾ ഐ ട്രൈ എന്ന് വരും. അയാൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം. മാക്സിമം പോയാൽ അവിടെ എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി പോരാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുന്നത് 2 വാക്ക് പറയാലോ എന്നുള്ളൊരു ചിന്തയിൽ ഐ ട്രൈ എന്നൊരാൾ അവിടെ പറയുകയാണെങ്കിൽ അവിടുത്തെ ഇമോഷൻസ് എന്തായിരിക്കും വരിക? കോൺഫിഡൻസ് ആകുമ്പോൾ ചെറിയൊരു ഹോപ്പ് ഉണ്ടാവും, ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവും, ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന ഒരു ഹാപ്പിനെസ് അയാൾക്ക് അവിടെ വരും, ഇല്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അതിനു വേണ്ടി ശ്രമിക്കും. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? വളർച്ചയാണ് അല്ലേ. ഫുൾ സക്സസ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും സക്സസ് എന്നും പറയാം. ഫസ്റ്റ് അറ്റംപ്റ്റോ സെക്കൻഡ് അറ്റംപ്റ്റോ ആണെങ്കിലും അയാൾ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ്. അയാൾ ഫസ്റ്റ് ഡേയിൽ പോയിട്ട് പബ്ലിക്കായിട്ട് 1000 ആളുകളുടെ ഇടയിൽ 1 മണിക്കൂർ പ്രസംഗം നടത്തുക എന്നുള്ളതല്ല. ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആ സ്റ്റേജിൽ കയറിയിട്ട് അവിടെ നിന്ന് മൈക്ക് എടുത്തിട്ട് ഒന്ന് അവിടെ നിൽക്കുക എന്നുള്ളത്. അതുവരെ ചെയ്താൽ അയാൾ സക്സസ് ആയി. അവിടെ മുതൽ അയാളുടെ എന്തായിരിക്കും? ആ ഫിയർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുറയുന്ന സമയത്ത് അവിടെ അയാളുടെ വളർച്ച, അയാളുടെ സക്സസിൻ്റെ മാപ്പ് ഇങ്ങനെ പൊന്തിക്കൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം ഒരേ ചിന്തയിൽ നമ്മുടെ ഒരൊറ്റ തോട്ട്, ഫസ്റ്റ് വന്ന ഒരു തോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ വളർച്ചയും എന്തായിരിക്കും സക്സസ്സും ഫെയിലിയറും അവിടെ തീരുമാനിക്കുന്നത്. അപ്പം ഞാനൊരു ഇതിലിപ്പോൾ കുറേ പേരുണ്ടല്ലോ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഇതിന് കമൻറ്റ് ചെയ്യണം. നമ്മളൊരു ഫംഗ്ഷന് പോവാം, ഒരു കല്യാണത്തിന് പോവാം. അന്ന് നമ്മളൊരു പച്ച കളർ ചുരിദാറിട്ട് പോയി. അവിടെ എത്തിയ സമയത്ത് നിങ്ങളടുത്ത് അവിടുന്ന് ആദ്യം ഒരാൾ പറഞ്ഞു, ഈ കളർ നിനക്ക് ചേരുന്നില്ല, വേറൊരു കളർ അതിന് നല്ല ഭംഗി ഉണ്ടാവുന്നു. നിങ്ങൾ ചുരിദാറാട്ടോ ഇട്ടത്. വേറൊരാളത്ത് പറഞ്ഞു, ഈ ചുരിദാർ ഇട്ട് എനിക്ക് ഒരു ഭംഗി കിട്ടുന്നില്ല, എനിക്ക് വേറെ ഡ്രസ്സായിരുന്നു ചെയ്തത്. ഇങ്ങനെയുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങളെ ഇമോഷൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക അതിനെക്കുറിച്ച്? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോട്ടിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാൻ പറ്റും വലിയ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് അവിടെ അവരുടെ അടുത്ത് അത് കുഴപ്പമില്ല, ഇത് ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു തോട്ടാണോ, അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ടെങ്കിൽ തന്നെ അതിൽ 10 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. നല്ല ടെൻഷനായി, പിന്നെ നമുക്ക് അവിടെ ഒരാളെ മുഖത്ത് നോക്കാനൊന്നും പറ്റുന്നില്ല, അള്ളാ ഞാനിത് ഇട്ടതെല്ലോടും കൊളായോ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് 10 തന്നെ കൊടുക്കുക. അങ്ങനെ ഉണ്ടോ? പിന്നീട് ആ ഡ്രസ്സ് ഇടൂല. അപ്പോൾ 10ൽ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ?
ബാക്കിയുള്ളവരും കൂടി കമൻറ്റ് ചെയ്യേ. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആയിരിക്കും അല്ലേ. പിന്നീട് ആ ഡ്രസ്സ് ഇടൂല. മാർക്ക് കൊടുക്കുകയാണ്, എത്ര മാർക്ക് കൊടുക്കും ഒന്ന് ടൈപ്പ് ചെയ്യും. ഒരാളാണ് നമ്മളടുത്ത് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അവർക്കുള്ള ഒരു പ്രശ്നമാക്കിയത് 7 മാർക്ക്, ഒരു 3-4 ആളൊക്കെ പറയുകയാണ് 8 മാർക്ക്. അതെ അതെ, ആ ഒരു വാക്ക് അല്ലേ, ഒരു വാക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് നല്ല ഭംഗിയുണ്ട്, കണ്ണാടിയിലൊക്കെ നോക്കി ഒരുങ്ങിയൊക്കെ പോയതാണ്, നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ മറ്റൊരാളുടെ ഒരു വാക്ക് അവിടെ നമ്മൾ തളർത്തി കളഞ്ഞു അല്ലേ. പിന്നീട് ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് എത്ര ഭംഗിയുള്ളതാണ്, നമ്മൾ എത്ര ആഗ്രഹിച്ച് മേടിച്ചതാണെങ്കിൽ പോലും അവിടെ നമ്മളൊന്നും കൂടെ ചിന്തിക്കും. 8, 7, 6 ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആയിരിക്കും അല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റണം. ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയാൽ മാത്രമേ നമ്മളെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കുന്നവരായി പോകും. ഈ നെഗറ്റീവ് തോട്ട്, പോസിറ്റീവ് തോട്ട്, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്കിതെങ്ങനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സത്യം പോലും അല്ല. അവയെ നാം തിരഞ്ഞെടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് സത്യമല്ല. നമുക്കിപ്പോൾ ഒരു ചിന്ത ഉണ്ടായി, അവിടെ ഈ ഡ്രസ്സ് ഇപ്പോൾ ഇവർ പറഞ്ഞില്ലേ, അപ്പോൾ അയാളുടെ ഒരു ചിന്ത ഒരു ഡ്രസ്സ് ചേർന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് സത്യമാണോ? ആയിരിക്കില്ല. അവിടെ നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അത് ഫാക്റ്റായി മാറുന്നത്, ഏതൊരു കാര്യത്തിലാണെങ്കിലും. അപ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻസിലാണ്, കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും കുഴപ്പമൊന്നുമില്ല, അവർ പറഞ്ഞോട്ടെ, അവർക്ക് ഇഷ്ടപ്പെടായിട്ടായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പായത്. അപ്പോൾ നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ വരുമ്പം മനഃപൂർവ്വം പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു, പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബ്രെയിനിന് നമ്മളൊരു എഫേർട്ട് അവിടെ ആവശ്യമുണ്ട്. നെഗറ്റീവ് തോട്ട് ഓട്ടോമാറ്റിക്കാണ്, പക്ഷേ പോസിറ്റീവ് തോട്ട് ഒരു എഫേർട്ട് വേണം. മുമ്പ് നമ്മൾ ആരെങ്കിലും കളിയാക്കിയതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഫേസിനെ കുറ്റം പറഞ്ഞതുണ്ടെങ്കിൽ, ഡ്രസ്സിങ്ങിനെ കുറ്റം പറഞ്ഞതുണ്ടെങ്കിൽ, നിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുറേ കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നീ വേറൊരു കളർ എടുത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ അവിടെ ഡൗണായി പോകും. കാരണം നമ്മുടെ ഉള്ളിൽ മുമ്പെങ്ങോ പറഞ്ഞിട്ടുള്ള, ആരൊക്കെയോ എന്തോ പറഞ്ഞിട്ടുള്ള കുറേ കാര്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഇതുമായിട്ട് നമ്മുടെ ബ്രെയിന് പെട്ടെന്ന് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ തന്നെ നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല. അപ്പോൾ ഈ ഒരു കളറുള്ള ഡ്രസ്സ് ഇട്ടാണോ വന്നേ, ഞാനിന്നിനി എങ്ങനെയായി ഒരു ഫംഗ്ഷന് നിൽക്കുക എന്നുള്ള ടെൻഷനായിരിക്കും ഒന്ന്. ആ ഫംഗ്ഷനിൽ നമുക്ക് ചിലപ്പോൾ ആഗ്രഹിച്ചൊക്കെ പോയ കല്യാണമായിരിക്കും, അതിലൊന്ന് സന്തോഷിക്കാൻ, നമ്മൾ കുറേ കാലമായിട്ട് കാണാത്ത ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അവരോടൊന്ന് സംസാരിക്കാൻ, റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഇരുന്ന് ഞാനിട്ട് ഒരു സ്വതന്ത്രമായിട്ട് ചിരിക്കാൻ, ഇതൊന്നും നമുക്ക് പറ്റില്ല. എന്തിന് ആ ഫുഡ് പോലും കഴിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഒരാൾ തളർത്തുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള തോട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കണം. അവിടെ കുറച്ച് എഫേർട്ട് ഇടണം. ഇത് ചേരൂല എന്നവർ, അത് അവരുടെ അഭിപ്രായം, ഇതെൻ്റെ അഭിപ്രായം, എനിക്കൊരു കുഴപ്പമില്ല എന്നൊന്നും കൂടെ നമ്മൾ അവിടെ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കി മനസ്സ് പറയാം, ഉറക്കെ പറയണ്ട കേട്ടോ, ആൾക്കാർ കേൾക്കും, മനസ്സ് പറഞ്ഞിട്ട് നമ്മൾ അതിൽ ഹാപ്പി ആയിട്ട് നിൽക്കുക. അത് 1, 2 പിന്നെ അവർ നിങ്ങളെടുത്ത് ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ചേരാത്ത ഡ്രസ്സ് ഉണ്ടെങ്കിൽ പോലും അതിന് അഭിപ്രായം പറയാൻ വരില്ല. ഈ അഭിപ്രായം പറയുന്ന ആളുകൾ, ഒരാളെ തളർത്തുന്ന അഭിപ്രായം പറയുന്ന ആളുകളും ഒരുപാട് നെഗറ്റീവ് തോട്ട്സിൻ്റെ ഒരു കൊട്ടയായിരിക്കും. അങ്ങനെയുള്ളവരെ എപ്പോഴും നമ്മളെ നെഗറ്റീവ് പറയും. പിന്നീട് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്നൊരു സമയം എന്നാണ് നമ്മൾ വെറുത്തിരിക്കുന്ന സമയത്ത്. അവിടെ നമുക്ക് വേർത്ത്ലെസ്, ഞാനൊന്നിനും പറ്റൂല, എന്നെക്കൊണ്ടൊന്നിനും കഴിയൂല. പിന്നെ ഇപ്പം വരുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇങ്ങനെ കാണുമ്പോൾ അവളൊക്കെ അവളൊക്കെ അവിടെ ടൂർ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ടാവും, എൻ്റെ ഒരു ലൈഫ്, ഞാനിവിടെ കഞ്ഞി ചോറും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെയുള്ള തോട്ടിൽ നമുക്ക് വെറുതെ ടെൻഷൻ കയറി വരും.
പണ്ടെങ്ങോ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ വിചാരിച്ചിട്ടുണ്ടാവും, അവിടെ എന്തോ ഒരു കാരണവശാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. എന്നാൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ കാണുന്ന സമയത്ത് അവരൊക്കെ ദിവസവും അല്ലെങ്കിൽ അവിടെ പോകുന്ന ഫോട്ടോ എടുക്കുന്ന അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പം നമ്മളെന്തായിരിക്കും, അവിടെ നമുക്ക് നിരാശ വരും. അപ്പോൾ അതിനെന്താ വഴി? സോഷ്യൽ മീഡിയ അവയർനെസ്, ഡിജിറ്റൽ ഡിറ്റോക്സ്, അത് വേറൊരു സംഭവം തന്നെ ഉണ്ട് കേട്ടോ, അതല്ല ഞാൻ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ കാണുന്ന സമയത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഒരിക്കൽ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഈ നെഗറ്റീവ് തോട്ട്സ് വന്ന് ഒരു കാട്ടിലേക്ക് വഴി വെട്ടുന്നത് പോലെ തന്നെ അവിടെ നെഗറ്റീവിൻ്റെ ഒരു വഴിയായി മാറിയാൽ പോസിറ്റീവിനായാലും നിറയ്ക്കാൻ നല്ല പാടായിരിക്കും. അപ്പം വെറുതെ ഇരിക്കുക എന്നുള്ളൊരു സമയം നമുക്ക് ഉണ്ടാവരുത്. വെറുതെ ഇരിക്കുന്ന നമുക്ക് അവിടെ എൻഗേജ്മെൻ്റ് ആയിരിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, അലസത ഒഴിവാക്കുക. നമുക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എങ്ങനെയുള്ള പാട്ടാണ് നമുക്കിഷ്ടം ആ പാട്ട് സെലക്ട് ചെയ്തെടുക്കുക. അല്ലാതെ ഒരു പാട്ടിന് വേണ്ടി യൂട്യൂബ് എടുക്കും, പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വേറെ എവിടെയോ എത്തിപ്പോവും, നമ്മളെടുത്ത പാട്ട് ഓർമ്മ ഉണ്ടാവില്ല, വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയല്ലാതെ നമ്മുടെ ഓരോരോ ദിവസത്തെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ആ ഒരു സമയത്തെ കൊല്ലുന്ന പരിപാടി, കുറച്ച് എൻഗേജ്മെൻറ്റ്, സെൽഫ് ലവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ചിത്രം വരയ്ക്കാൻ അറിയുന്നവർക്ക് അത് ചെയ്യാം, പെയിൻറ്റിങ് അറിയുന്നവർക്ക് അത് ചെയ്യാം, ഗാർഡനിങ് അറിയുന്നവർക്ക് അത് ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മളെ മനസ്സിന് സന്തോഷം കണ്ടെത്തുന്ന കുറേ കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നതായും നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു ദുർബലരാണ്, നമ്മളൊരു മോശം ആൾക്കാരാണ് എന്നല്ല കേട്ടോ. അത് നമ്മുടെ ബ്രെയിൻ ആവശ്യമാണ്, ബ്രെയിൻ്റെ സർവൈവൽ മോഡാണ്, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ നിരന്തരമായിട്ട് നമ്മൾ തളർത്തുന്ന ചിന്തകളെ തിരിച്ചറിഞ്ഞിട്ട് അത് വളർത്തുന്നതിലേക്ക് മാറ്റിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ടെൻഷൻ വരുന്ന അവസ്ഥ, അതിന് നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, വീണ്ടും അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതൊരു പാർട്ടായിട്ട് ഇൻഷാ അല്ലാഹ് പറയും. അതുപോലെ തന്നെ ഫോർഗീവ്നെസ്, നമ്മുടെ ഉള്ളിൽ ടെൻഷന്, വെറുപ്പ് പോലുള്ള അസൂയ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്തും നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഇതൊരിക്കലും ഒരാളുടെ പോരായ്മയല്ല കേട്ടോ, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യരും ഉണ്ടാവും. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ആഗ്രഹമുള്ളവരാണ്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാണ്. ഇസ്ലാമിക് നോളജിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആഗ്രഹങ്ങളോട് കൂടെ സൃഷ്ടിക്കപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ നമുക്ക് കിട്ടണമെന്ന് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ മറ്റൊരാളിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനോടൊരാഗ്രഹം കൂടുതൽ തോന്നും. അത് അസൂയായിട്ട് ഒരാളെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ചെറിയ കുശുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിട്ടോ വരുന്നത് അസൂയായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് അവരെ നശിപ്പിക്കാനും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാനും നമ്മൾ ഉപയോഗപ്പെടുത്തും മാത്രമേ അസൂയ നമ്മളിൽ വളർന്നു വന്നിട്ടുള്ളൂ. ആ സ്റ്റേജിലേക്കൊന്നും നമ്മൾ എത്തിപ്പെടാതിരിക്കുക. അത് നമ്മളെ സെൽഫിനെ, നമ്മുടെ സെൽഫ് ലവ് കുറച്ച് സെൽഫിനെ അടിച്ചമർത്തുന്ന സമയത്ത് നമ്മളിൽ ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവുക. പിന്നെ ദേഷ്യം, പൊട്ടിത്തെറി, ഇതൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ്. നെഗറ്റീവ് തോട്ട്സുകൾ വന്നിങ്ങനെ അടിഞ്ഞുകൂടി നമ്മുടെ ഉള്ളിൽ ആ ഒരു ബയാസ് രൂപപ്പെടുന്ന സമയത്താണ് നമ്മളിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസും കൂടുന്നത്. ഇതൊക്കെ നമുക്ക് ബ്രെയിനെ ട്രെയിൻ ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. സോ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് മനഃപൂർവ്വം അതിന് എഫേർട്ട് ഇട്ടിട്ട് പോസിറ്റീവ് തോട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ ലൈഫിൽ സമയത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. സമയത്തെ മറ്റൊരാളുടെ പരദൂഷണത്തിനും അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, സെൽഫിനെ നമ്മൾ സ്നേഹിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് വരും. അതിന് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ഒരിക്കലും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടാവും അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ദിവസവും ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി റുട്ടീനിൽ നമ്മളൊരു 10 മിനിറ്റ് സമയമെങ്കിലും, തീരെ സമയമില്ലാത്ത ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. സിമ്പിളാണ്, ട്രൈ ചെയ്താൽ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റിയെടുക്കുക. പോസിറ്റീവ് ഇമോഷൻസാണ്, പോസിറ്റീവ് തോട്ടാണ് പോസിറ്റീവ് ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുക എന്നുള്ളതും നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ കുറച്ചൊരു സമയം തരാം. അതിനു മുമ്പ് ജസ്റ്റ് നിങ്ങളൊന്ന്
കണ്ണടച്ചിരിക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് കണ്ണടച്ചിരിക്കുക. ഡോറടിക്കും ഒന്ന് കാമായിട്ടിരുന്നു എല്ലാവരും. നിങ്ങളുടെ ബ്രീത്തിലൊന്ന് ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോരുന്നതും ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. നമ്മുടെ മൂക്കിനുള്ളിലേക്ക് തണുത്ത ശ്വാസം കയറി വരുന്നത്, അതുപോലെ പുറത്തേക്ക് ചെറിയൊരു ഇളം ചൂടുള്ള ശ്വാസം പുറത്തേക്ക് പോകുന്നതും ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാം. നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് നാം അവയെ തിരഞ്ഞെടുക്കുന്ന രീതിക്കനുസരിച്ചായിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ ഒരു ഇരുൾ മൂടിയ ഒരു കാട്ടിലകപ്പെട്ട അവസാനം ഇരുട്ട് മാത്രമുള്ള ഒരു വഴി കൂടെ തപ്പിത്തടഞ്ഞ് നമ്മളെത്തിയാലും ഇരുട്ടിലേക്ക് എത്തുന്നത് പോലെ നെഗറ്റീവ് ചിന്തകളെ നിങ്ങളൊന്ന് ചിന്തിക്കാം. അതിനെ ഒന്ന് മുന്നിൽ കാണാം. ഒരു കാട്ടിലെ ഇരുളടഞ്ഞ വഴി കൂടെ സഞ്ചരിക്കുകയാണ്. നമ്മളെ നെഗറ്റീവ് ഇമോഷൻസുകൾ, നെഗറ്റീവ് ചിന്തകൾ മാത്രമാകുമ്പം നമ്മൾ ആ ഒരു വഴിയിലായിരിക്കും എത്തിപ്പെടുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല തെളിച്ചമുള്ള ഒരു എൻഡിങ് കാണുന്നുണ്ട്. നല്ല മഞ്ഞ പ്രകാശം ഇങ്ങനെ ഒഴുകുന്ന ഒരു വഴിയും കൂടെയുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ചിന്തകൾ ആ ഒരു തെളിച്ചമുള്ള വഴിയാണ്. ആ വഴിയിലേക്ക് പ്രവേശിക്കുമ്പം നമ്മുടെ മനസ്സിൽ സന്തോഷം വരുന്നുണ്ട്. പുറത്ത് ഇരുളടഞ്ഞൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പം എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഭയം വരുന്നുണ്ട്, പേടി വരുന്നുണ്ട്, ടെൻഷൻ വരുന്നുണ്ട്. ഓരോ കാലടിയും എടുത്തു വെക്കാൻ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ വിറയലുണ്ട്. പുറത്ത് എന്തോ സംഭവിക്കാനുണ്ടെന്നുള്ളൊരു പേടിയുണ്ട്. എനിക്ക് കാലടികൾ എടുത്തു വെക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്നാണ് ഞാൻ ആ തെളിച്ചമുള്ള വഴി കാണുന്നത്. അവിടേക്ക് ഞാൻ പതിയെ പ്രവേശിക്കുകയാണ്. ആ ഇരുളടഞ്ഞ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ആ തെളിച്ചമുള്ള വഴിയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നുണ്ട്. തെളിച്ചമുള്ള വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നല്ല ഹാപ്പിനെസ്സോട് കൂടെ ചുറ്റിനും നല്ല പച്ചപ്പുണ്ട്. ആ ഒരു വഴിയിലൂടെ നടക്കുമ്പം എൻ്റെ ഉള്ളിലേക്ക് സന്തോഷം വരുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. അതിൻ്റെ അവസാനത്തിൽ നല്ല മനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. അവിടെ ഒരുപാട് പൂക്കളുണ്ട്. ആ പൂക്കളിലെല്ലാം വർണ്ണാഭമായ ചിത്രശലഭങ്ങൾ പാറിക്കളിക്കുന്നുണ്ട്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ എനിക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സോങ് അതിൻ്റെ പിന്നിലായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ മൂളിപ്പാട്ടോടുകൂടെ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ആ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവസാനം ഞാൻ ആ ഗാർഡനിലെത്തി. നല്ല സ്മെല്ലാണ് ചുറ്റും. പനിനീർപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും പരിമളം വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്മെല്ല്, ആ ഒരു മണം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സന്തോഷവതിയാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന, നറുമണം വീശുന്ന ഒരിളം തെന്നൽ എന്നെ കടന്നു പോകുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിൽ എത്ര നേരം വേണമെങ്കിലും എനിക്ക് അവിടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സന്തോഷവും ആ
അവിടെയുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന നല്ല പൂക്കളുടെ സ്മെല്ലും ആ ഇളം തെന്നലും എല്ലാം ഒന്ന് ഫീൽ ചെയ്യാം. ആ ഗാർഡനിൽ നിന്നും അതെല്ലാം ഒന്ന് ഫീൽ ചെയ്യാം. ആ ഫീലിങ്ങോട് കൂടെ വളരെ സന്തോഷത്തോടെ നല്ലൊരു പുഞ്ചിരിയോടെ പതിയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൽ ആ പൂക്കളുടെ മണമുണ്ട്. മുല്ലപ്പൂവിൻ്റെ പരിമളം നിങ്ങളുടെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ സ്മെല്ലിൽ നല്ല സന്തോഷമുണ്ട്. ആ ഒരു തെളിച്ചവും അവിടെയുള്ള സന്തോഷാവസ്ഥയും ആ ശ്വാസത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വരുമ്പം ഈ സന്തോഷവും ഹാപ്പിനെസ്സും വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പുകകളും ആ ഇരുളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും സന്തോഷവതിയാണ്. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ആ സ്മെല്ലിങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക. പതിയെ നിങ്ങളുടെ 2 കൈകളും കൂട്ടിത്തിരുമ്പോൾ കൈകളൊന്ന് റബ്ബ് ചെയ്യുക. ആ കൈകൾ കണ്ണിൽ വെക്കുക. സാവധാനം കണ്ണിലൊന്നിങ്ങനെ തടവിയിട്ട് കണ്ണ് തുറക്കുക. How was your feel? നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂട്ടോ. ഹലോ, എല്ലാവരും ഇവിടെ തന്നെ അല്ലേ? എന്താ ഫീൽ ചെയ്ത്? നല്ലൊരു ഹാപ്പിനെസ് കിട്ടി. മാഷാ അല്ലാഹ്. ഹാപ്പി ചാറ്റ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ എങ്ങോട്ടോ പോയ പോലെ തോന്നി. ഓക്കെ, വെരി ഗുഡ്. ഒരു ടെൻഷൻ വെച്ച് നിൽക്കുമ്പോ ആ ഒരു നല്ലൊരു പൂക്കളും എന്തൊക്കെയോ നല്ലൊരു ഇതിലേക്ക് എത്തിയ മാതിരി നല്ലൊരു ഫീലിംഗ് കിട്ടി. ലോകത്തേക്ക് എത്തി നല്ലൊരു ഫീലിംഗ് വന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ, നമ്മുടെ തീരുമാനം മാറുമ്പോൾ നമ്മുടെ പ്രവർത്തനം മാറും, നമ്മുടെ ഡെസ്റ്റിനിയും മാറി വരും അല്ലേ? മൈൻഡ് ക്ലിയറായി. അപ്പം എല്ലാവരും ഒന്ന് മൈൻഡ് ചാറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്കിലും നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ നമ്മുടെ സമയം വൈൻഡപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്.